ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ജിൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് പെട്ടെന്നെല്ലാം അറേഞ്ച് ചെയ്ത് പറ്റിയതാണ്. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു ഫ്ലവർ വാങ്ങിച്ചു, പിന്നെ ചോക്ലേറ്റ് കയ്യിൽ ഒതുങ്ങുന്നില്ല, ചോക്ലേറ്റ്. പിന്നെ ഇത് ഞാൻ നേരത്തെ ഓർഡർ ചെയ്തതാണ്, അത് ഇന്നലെ വന്നതാണ്, കാണിച്ചില്ല. അപ്പം ഇതെല്ലാം ആണ് ഇന്നത്തെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പോൾ ജിൻസി അകത്തുണ്ട്, അപ്പോൾ നമുക്ക് കൊണ്ട് കൊടുക്കാം. വരൂ, കമോൺ. എനിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ ഇതെന്ത്. ഇത് സർപ്രൈസ് ആയിട്ട് നീ ഇപ്പോൾ ഞാൻ കഴിച്ച് അകത്തോട്ട് വരാനായിരുന്നു, ഇവിടെ ഉടനെ പുറത്ത് വന്നു. അത് പൊളിഞ്ഞത്. അപ്പം ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇത് ചെറിയ ചോക്ലേറ്റ്, ഇതെല്ലാം പെട്ടെന്ന് തട്ടിക്കൊണ്ടുവാ. അപ്പൊ ഇത് നിന്റെ ഇഷ്ടപ്പെട്ട പെർഫ്യൂമാണ്. ഓക്കെ, വണ്ടിക്കകത്ത് നമ്മൾ ഇന്ന് ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫുഡും കൊണ്ടുവരാം. അപ്പോൾ ജിൻസിക്ക് ഇഷ്ടപ്പെട്ട തായ് ഫുഡ്, അപ്പോൾ അത് പോയി വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പം നേരെ ഫുഡിലോട്ട് പോവാം. വിശക്കുന്നു, വാ. എന്താ നിനക്ക് എന്താ ഇതിൽ പറയാനുള്ളത്? എന്റെ ഗിഫ്റ്റ് എന്തി? എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ല. നമ്മൾ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാണ്, നമുക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല. ജിൻസി അപ്പൊ എന്തോ എടുത്തോണ്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗിഫ്റ്റാന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. ഇതെന്ത്? ഇത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നല്ലേ? ഇത് വാലന്റൈൻസ് ഡേക്ക് വാങ്ങിച്ചതാണോ? അടിപൊളി, കൊള്ളാം. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? താങ്ക് യു. ഫുഡ് കഴിച്ചാലോ? ഫുഡ് വണ്ടി എടുത്തിട്ട് വരാം. ഇത് കൊണ്ടുവന്ന് വെളിയിൽ കൊണ്ട് വണ്ടിക്കകത്ത് കൊണ്ട് വെച്ചേക്കുമായിരുന്നു. ഇത് തായ് ഫുഡാണ്. അല്ല അതെന്താ നോക്കണം. അത് നൂഡിൽസ്, ഇത് ഫ്രൈഡ് റൈസ്, ഇത് ബാർബിക്യൂ ചിക്കൻ. അപ്പൊ ഇത് ഇവിടെ അടുത്തുള്ള ഒരു ഫ്രൈഡ് റൈസ് എന്താ തായ് റെസ്റ്റോറന്റ് ആണ്. ഇവിടെ അധികമൊന്നും റെസ്റ്റോറന്റുകളൊന്നും ഇല്ല, ആകെയുള്ള കുറച്ച് റെസ്റ്റോറന്റ് ആണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് റെസ്റ്റോറന്റ് ആണ് തായ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞത്. അപ്പം അവിടുന്ന് ഇത് വാങ്ങിച്ചു. ഇത് ഇതെന്ത് ഇല ഉണ്ടാക്കിയാന്നോ? പപ്പയ്ക്കും അമ്മയ്ക്കും ഉണ്ടാക്കിയാന്നോ? വാവ്, താങ്ക് യു, സൂപ്പർ. എൽവിന്റെ ഗിഫ്റ്റ് എന്ത്? അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞില്ലയോ? ഇത് പപ്പ, ഇത് തായ്ലാൻഡ് സ്റ്റൈലിലുള്ള ഒരു ബാർബിക്യൂ ചിക്കനും, പിന്നെ ഇത് ഓപ്പൺ ചെയ്താലോ ബേബി? സതായ് ചിക്കൻ. സതായ് ചിക്കൻ സതായ് ചിക്കൻ പ്രൊണൗൺസിയേഷൻ ഒന്നും എന്റെ കറക്റ്റ് അല്ല. ബാർബിക്യൂ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്തല്ലേ? ഇത് നൂഡിൽസാ. ഇത് നൂഡിൽസ് വേണം. ഇതെന്ത് എനിക്കറിയത്തില്ല. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതെന്ത്? ഇത് ഓക്കെ ഓക്കെ. ഇത് ഇതിനകത്ത് ഇടാനാണ് ഡെപ്പി. ഓ, ഭയങ്കര മിടുക്കനാണല്ലോ നീ. ഇനി വാങ്ങിച്ചില്ലെങ്കിൽ ഇനി ഒരാഴ്ച കഴിയുമ്പോ പറയും എല്ലാവർക്കും വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു, എനിക്ക് മാത്രം ഒരു മുട്ടസൂചി പോലും വാങ്ങിച്ചു തന്നില്ലെന്ന് പറയും. അപ്പൊ അതിനകത്ത് എങ്ങനെ ഡിപ്പ് ചെയ്യാന്നിത്? പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അവര് എന്തിനോ ഒരു ഉണക്കമീന്റെ മണം വരുന്നുണ്ട്. അയ്യോ, ഇത് സ്റ്റിക്കായി പോയി. അത് പെട്ടെന്ന് ഇട. അത് ഇതിനകത്തോട്ട് ഇടണത്. ഹെൽപ്പ് വേണോ? ഇത് മേലത്തൊക്കെ സ്റ്റിക്കായി പോയി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവരുടെ ഇത് നല്ലതാണ്. ഇതൊരു ബാർബിക്യൂ ചിക്കനാണ്. ക്വാളിറ്റി ഉണ്ടോന്ന് ചോദിച്ചാൽ ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി പിന്നെ ഇച്ചിരി റേറ്റ് കൂടുതലാണ്.
എന്നാലും സംഭവം വറുത്താണ്. പെട്ടെന്ന് സീസണിങ് നിങ്ങളുടെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഞങ്ങളെ ഡേറ്റ് നിങ്ങൾ അകത്ത് നോക്കൂ. ഇപ്പോൾ ഫാമിലി ഡിന്നറാ. എല്ലാം സ്പൂൺ എടുത്തിട്ടോ ചക്കര? അത് നിനക്കല്ല ചോക്ലേറ്റ്? എനിക്ക് വേണം. എനിക്ക് വേണം. വേണ്ട, അത് പപ്പയ്ക്ക് മമ്മിക്ക് കൊണ്ട് കൊടുത്ത പപ്പ. ചിക്കൻ കറിയാ. ആ ചിക്കൻ അടി അത് നീ പറഞ്ഞ കറക്റ്റ്. അതിനകത്ത് ഇട്ടിട്ട് അത് ഡിപ്പ് ചെയ്യണം, എന്നിട്ടാണ് അത് ചെയ്യേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം അവര് ഫുള്ളായിട്ട് ആക്കുന്ന പറഞ്ഞത്. ഈ പ്രാവശ്യം പറയണ്ടോ? ഫുള്ള് ഇട്, അത് ഫുള്ള് ഇട്, ഫുള്ള് ഇട്. ആ, അല്ലെങ്കിൽ നിങ്ങള് 2 ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് കറി എല്ലായിടത്തും ഡിപ്പ് ചെയ്താൽ മതി. ബാർബിക്യൂ ചിക്കൻ. അയ്യോ ചൂടാ. സാധാരണ കഴിക്കുന്ന ബാർബിക്യൂ ചിക്കന് വേറെ ടൈപ്പ്, ഇവരുടെ വേറെ ടൈപ്പ്. കൂടുതലും സ്പൈസി പറഞ്ഞില്ല. എന്നോട് ചോപ്സ്റ്റിക്ക് പഠിപ്പിക്കരുത് എന്നെ. ഇങ്ങനെ പേര് പക്ഷെ അവള് ഇച്ചിരി ടൈംസ് ഡ്രോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇച്ചിരി ടൈംസ് ഡ്രോപ്പ്. ഞാൻ ഇപ്പം ടേസ്റ്റ് ചെയ്യാം. നോക്ക്. ഇപ്പൊ വേണ്ട, എനിക്ക് വിശന്നിരിക്കുകയാണ്. എല്ലാം ഉണ്ടാക്കിയത് ഉണ്ടോ? ഫ്രൂട്ട് സലാഡ് ലാസ്റ്റ് കഴിക്കും. ലാസ്റ്റ് എങ്ങനെയുണ്ടല്ലേ? സ്പൈസി ആണോ? അല്ല, സ്റ്റിക്കിനെസ് മാറി. എല്ലാവരും ഇഷ്ടപ്പെട്ടോ? ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. നമ്മളെ എന്തോ എനിക്കറിയത്തില്ല. ഇവര് ഉള്ള പച്ചക്കറികൾ മൊത്തം ഇടും. ഇവരുടെ മെയിനായിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസാ. ഇത് നിങ്ങളാരും കണ്ടില്ലേ? ഇതാണ് എന്റെ ഫേവററ്റ്, സാത്തായ ചിക്കൻ. ഇത് സൂപ്പറാ. ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് ഗ്രീൻ ചില്ലിക്കകത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഗ്രീൻ ചില്ലി ഡിപ്പ് ചെയ്തിട്ട് അതിലും കഴിക്കാം. ഡിപ്പ് ചെയ്തിട്ട് സൂപ്പർ ടേസ്റ്റാ, കൊള്ളാം. ഇത് അവര് എന്താ പറയാ, എന്താ സിസൈനും ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് അതിങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ഇടുന്ന സംഭവം കിട്ടുന്ന സൂപ്പർ ആയത്. പാപ്പനോട് പറയാം. ഇങ്ങനെ പിന്നെ എങ്ങനെ ക്ലോപ്പ് ചെയ്യാൻ പറ്റും? സിമ്പിളാ. പഠിക്കാം. നമ്മളെപ്പോഴും തായ്ലാൻഡ് ഫുഡ്, തായ് ഫുഡൊന്നും അല്ല കഴിക്കുന്നത് നമ്മള്. അപ്പൊ എവൻച്വലി പഠിക്കണം. തായ് ഫുഡാ. ഇത് വാലന്റൈൻസ് ഡേ സൂപ്പറാ. റൈസ് നൂഡിൽസ്. അയ്യോ, ലോലിപോപ്പിന്റെ പോലെയാ. ഏതാ? ഇത് നമുക്ക് ഗമ്മി പോലെയാ. ഇത് വേറെ എന്ത് ടോം യം എന്ന് പറഞ്ഞിട്ടൊരു, ഞാന് മട്ടൺ ഉണ്ട്, ഇതിന്റെ ബീഫുണ്ട്, എല്ലാം ഉണ്ട്. ഞാന് ഇതിൻ്റെ അകത്ത് ചിക്കനാണ് ഓർഡർ ചെയ്തേക്കുന്നത്. നമുക്ക് ചിക്കനാണ് കൂടുതലും. ചിക്കനാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിക്കനാണ് കൂടുതലും നല്ല ഇഷ്ടം. അപ്പം ഇതാണ് അതിൻ്റെ ഫ്രൈഡ് റൈസ്. തായ് ഫ്രൈഡ് റൈസ് ആണ്. നമ്മുടെ ഫ്രൈഡ് റൈസിനെ കണ്ട് ഇവരെല്ലാം വെജിറ്റബിൾസൊക്കെ ഒത്തിരി, ബ്രോക്കലിയും പിന്നെ വലിയ കോണും എല്ലാം. ലാസ്റ്റ് അതിൻ്റെ ഡെസേർട്ട് ഉണ്ട്. അപ്പൊ ഇനി ബാക്കി കഴിച്ചിട്ട് ഓക്കെ. പിന്നെ ഞങ്ങള് ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. ഓക്കെ. A few moments later. അപ്പം ഫുഡ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞ്
ഇനിയും എലൻ ഉണ്ടാക്കിയ ഒരു ഡെസേർട്ട് ഉണ്ട്, അത് കഴിച്ച് എന്തോന്നറിയാം. എന്തോ എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഫ്രൂട്ട് സാലഡ്, മമ്മീൻ്റെ മാംഗോ പായസം, ആ സിറപ്പ് ഡ്രിങ്ക് കുടിച്ച്. എന്ത് ഡ്രിങ്ക്? മമ്മി ഉണ്ടാക്കിയ മാംഗോ. ഓക്കെ ഓക്കെ അതും ഇട്ടുകൊണ്ട്. താങ്ക് യു. നിന്നെ നീ എന്തുണ്ടാക്കി? സോറിയോ? എല്ലാരും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? ഫുഡിന്റെ റിവ്യൂ പറ. 5 out of 10. 5 out of 10? Yes. അതാണ് I didn't like. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? No. He likes only നാടൻ food. Yes. ഇവന് നാടൻ ഫുഡിന്റെ ആളാണ്. നമ്മുടെ നാടൻ ബീഫും ചിക്കനും ഇതെല്ലാം കൊടുക്കാമെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. വേറെ ഒരു ഫുഡും അങ്ങനെ വലിയ ഇതില്ല. നീ പറ, ഫുഡിന്റെ റിവ്യൂ പറ. ഇതൊക്കെ ഇന്ന് പ്രതീക്ഷയായിരുന്നു, ഇന്ന് ഒട്ടും പ്രതീക്ഷയില്ലല്ലോ ഒന്നും. എനിക്ക് 7 out of 10. 7 out of 10. എന്തായിരുന്നു ഇഷ്ടപ്പെട്ടത്? എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ചിക്കൻ, സത്തായ ചിക്കൻ, അതോ ബാർബിക്യൂ ചിക്കൻ? എലന 8.5. for her noodles. രണ്ട് രാജ്യക്കാരാണ്. ഒരാൾക്ക് നാടൻ ഫുഡ്, ഒരാൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഫുഡ് ഇഷ്ടമുണ്ട്. എനിക്കും ഞാൻ 7 out of 10. കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ആയില്ല, അത് കുഴപ്പമില്ലായിരുന്നു. 7.5. ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇപ്പൊ ഇതിന്റെ എല്ലാം കഴിച്ച ഡെസേർട്ട്, എല്ലാം ഡെസേർട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എല്ലാം ട്രൈ ചെയ്യും. എല്ലാം ഡെസേർട്ടും എല്ലാം ഉണ്ടല്ലോ. ഇത് എന്തൊക്കെയാണ്? ആപ്പിള് അതിലേക്കത് കണ്ടിട്ടുണ്ട്. അപ്പൊ മാംഗോ, ടൊമാറ്റോ ഇട്ടോ? ടൊമാറ്റോ അല്ല, അത് വാട്ടർമെലൺ ഇട്ടോ? എനിക്ക് സൂപ്പർ മാംഗോ റേറ്റിംഗ് 10 out of 10. 10 out of 10. നീ എന്തോട് റേറ്റിംഗ്? 10 out of 10 because she made it. എനിക്ക് തായ് ഫുഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടത് എന്റെ ഫ്രൂട്ട് സലാഡാണ്. ചേച്ചിക്ക് എത്ര സ്കോർ കൊടുക്കും? ചേച്ചിക്ക് എത്ര സ്കോർ കൊടുക്കുന്നത്? For a good 1 out of 10. 1 out of 10. വണ്ണോ? Earlier പറഞ്ഞ 10 out of 10. I changed my mind. You always change your mind. No, right now I even gave it a 10 out of 10. Not because I made it, because there's grapes and. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ ആശംസകൾ നേരുന്നു. എൻജോയ്. നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയയിൽ ഇപ്പം വൈകുന്നേരമായി. ഇപ്പം സമയം ഇപ്പം എത്ര മണി? 7 മണി കഴിഞ്ഞു. 7:30 ആയി. ഇപ്പോൾ വൈകുന്നേരം 7:30 ആയി. ഇപ്പോഴും നല്ല സൺലൈറ്റ് ഇല്ല. ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര മഴയായിരുന്നു. നല്ല മഴയായിരുന്നു. ഇന്നും രാത്രിയിലൊക്കെ ഭയങ്കര മഴയാന്ന് പറയുന്നുണ്ട്. മഴയും കാറ്റും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ക്ലൈമറ്റ് എത്ര പെട്ടെന്ന് ചേഞ്ച് ആകുന്നുണ്ട്. നമ്മള് ക്ലൈമറ്റ് പെട്ടെന്നാണ് ഇവിടെ ചേഞ്ച് ആവുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി വാലന്റൈൻസ് ദിനം. ബൈ ബൈ. ചോക്ലേറ്റ് എല്ലാരും പറയട്ടെ. ബൈ ബൈ ബൈ. Elvin most wanted chocolate.